വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ഷീജ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു അല്ലേ? മനു, തീർച്ചയായും സംസ്ഥാനത്ത് ഏതായാലും വോട്ടെണ്ണൽ അതിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുന്നത്. എല്ലായിടങ്ങളിലും കൃത്യം ഒരു 6:30ക്കും 7 മണിക്കും ഇടയ്ക്കായി തന്നെ സ്ട്രോങ് റൂമുകൾ തുറന്നിരുന്നു. അതിനുശേഷം കൃത്യമായിട്ടുള്ള ക്യാമറ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൗണ്ടിംഗ് ഇടങ്ങളിലേക്ക് ടേബിളുകളിലേക്ക് ഈ പോസ്റ്റൽ ബാലറ്റുകൾ അടക്കം എത്തിച്ചിട്ടുള്ളത്. 8 മണി മുതൽ 8:30 വരെ ആണ് പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്ത് തീർക്കാനുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അതിനുശേഷം 8:30 തന്നെ EVM-ലേക്ക്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടെണ്ണലിലേക്ക് കടക്കുന്നതായിരിക്കും. ഏതായാലും ആദ്യ ഫലസൂചനകൾ അല്പസമയത്തിനകം തന്നെ നമ്മൾക്ക് നൽകി തുടങ്ങാൻ സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു മണ്ഡലത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ടേബിളിൽ 500 പോസ്റ്റൽ ബാലറ്റ് വീതം എണ്ണുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആ രീതിയിൽ ഓരോ ഇടങ്ങളിലും 2000 മുതൽ 3000 വരെയൊക്കെ പോസ്റ്റൽ ബാലറ്റുകൾ ഉള്ള ഇടങ്ങളും ഉണ്ട്. ചിലയിടങ്ങളിൽ അപൂർവം പോസ്റ്റൽ ബാലറ്റുകളും ഉള്ള മണ്ഡലങ്ങളുമുണ്ട്. അപ്പോൾ എല്ലായിടങ്ങളിലും ഈ രീതിയിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു ടേബിളിൽ 500 പോസ്റ്റൽ ബാലറ്റ് എന്ന രീതിയിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വോട്ടെണ്ണലിലേക്ക്, പോസ്റ്റൽ ബാലറ്റിന്റെ വോട്ടെണ്ണലിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഷീജ ഇപ്പോൾ സൂചിപ്പിച്ചു, പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതിന്റെ ക്രമീകരണത്തെക്കുറിച്ച് ഒന്നുകൂടി സൂചിപ്പിക്കാമോ? തീർച്ചയായും. അതായത് ഒരു ടേബിളിൽ 500 പോസ്റ്റൽ ബാലറ്റ് എന്ന രീതിയിലാണ് ആ പോസ്റ്റൽ ബാലറ്റിന് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 500 പോസ്റ്റൽ ബാലറ്റ് എണ്ണി ക്രമപ്പെടുത്തിയതിനു ശേഷം അതിന്റെ കണക്ക് എൻറ്റർ ചെയ്ത് തൊട്ടടുത്ത 500ലേക്ക് കടക്കുന്നതായിരിക്കും. അങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും എത്ര വീതമാണോ പോസ്റ്റൽ ബാലറ്റുകൾ ഉള്ളത് അത് ആ രീതിയിൽ ക്രമപ്പെടുത്തി എണ്ണി തിട്ടപ്പെടുത്തി അതിന്റെ കണക്ക് അപ്ലോഡ് ചെയ്ത് മുന്നോട്ട് പോകുക. ആ രീതിയിലാണ് ഇപ്പോൾ ടേബിളുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളുടെയും വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്? എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി സമയത്ത് തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള വാർത്ത, ഇപ്പോൾ കളമശ്ശേരിയിൽ നിന്നൊരു വാർത്ത വന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്, വേറെ ഒരു തരത്തിൽ വാർത്തകളൊന്നും ഇല്ലല്ലോ തിരുവനന്തപുരത്ത് അല്ലേ? പോസ്റ്റൽ വോട്ടുകൾ എല്ലായിടത്തും എണ്ണുന്നു അല്ലേ? തീർച്ചയായും ശരത്ത്, ഇവിടെ തിരുവനന്തപുരത്ത് മാർ വേനസ് കോളേജിന്റെ ക്യാമ്പസിനുള്ളിലാണ്. ക്യാമ്പസിനുള്ളിൽ തന്നെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ 14 മണ്ഡലങ്ങളുടെയും കൗണ്ടിംഗ് സെന്ററുകൾ കൃത്യമായ രീതിയിൽ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. സ്ട്രോങ് റൂം, അവിടെ നിന്നും ഈ രീതിയിൽ തന്നെ പോസ്റ്റൽ ബാലറ്റുകളും EVM മെഷീനുകളിലുമെല്ലാം കൗണ്ടിംഗ് ടേബിളുകളിലേക്ക് കൃത്യമായ രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ആണ് ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ഇതുവരെയായി പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നു. ഷീജ സൂചിപ്പിച്ചതുപോലെ രാജ്കുമാർ കൂടി വേഗത്തിൽ വരട്ടെ. പോസ്റ്റൽ വോട്ടുകൾ എല്ലായിടത്തും എണ്ണുന്ന വിവരം വരുന്നു.